ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി. വേറൊന്നുമല്ല, ഇത് ഈ നിൽക്കുന്നുണ്ടോ, നമ്മുടെ നാട്ടിൽ വന്ന ഒരു പൂവസന്തമാണ് കേട്ടോ. അതായത് ഞങ്ങളൊക്കെ 90 കിഡ്സാണ്. അതായത് 90 തൊട്ട് പുറകോട്ടുള്ള ആ ഒരു ബാല്യകൗമാര പ്രായത്തിലുള്ള മിക്കവർക്കും അറിയാം. അതായത് ഓണക്കാലമൊക്കെ വരുമ്പോഴത്തേക്കിനും ഓണത്തിൻ്റെ തലേന്നേ നാട്ടിലെ പിള്ളേർ പൂ ഇറുക്കാനായിട്ട് പോകും. ഇതുപോലെ നാട്ടിലെ തൊടികളിൽ മനോഹരമായിട്ടുള്ള അധികം ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പം ഇത് നോക്കി, ആരും വെച്ച് പിടിപ്പിച്ചതല്ല. ഇപ്പം പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ ഈ വേലിക്കെട്ടിലൊക്കെ ഇങ്ങനെ വള്ളിപ്പടർപ്പായിട്ടിങ്ങനെ സ്വമേധയാ ഉണ്ടായി വരുന്ന സുന്ദരന്മാരാണ് ഇവർ. ഇവരെ കാണുമ്പോൾ നമുക്കൊന്ന് മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇത് കണ്ട, ഇത് കോളാമ്പിപ്പൂ എന്നാണ് നമ്മൾ നാട്ടിൽ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവന് നമ്മുടെ പണ്ടത്തെ കാലത്ത് അനൗൺസ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന കോളാമ്പിയുടെ ഒരു ഷേപ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഈ കോളാമ്പിപ്പൂ എന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഈ ഒരു കാഴ്ച ഇത് നോക്കി എങ്ങനെ പരിചയപ്പെടുത്താതിരിക്കും. കണ്ട, അതുപോലെ തന്നെ കണ്ട ഇവിടെ നിൽക്കുന്നുണ്ടത് കൊന്നപ്പത്തലിൻ്റെ പൂക്കൾ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നാച്ചുറലായിട്ട് വന്നേക്കുന്ന ഒരു ബ്യൂട്ടി കേട്ടോ. അപ്പോൾ ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിന്, ഇപ്പം നമ്മൾ ജീവിതത്തിൽ ഒത്തിരി തിരക്കുള്ള മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു തിരക്കിനിടയ്ക്ക് നമ്മൾ കാണാതെ പോകുന്ന ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അത് നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന ഒരു സന്തോഷം, ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു എനർജി എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ലെവലാണ്. അപ്പം നമ്മളിങ്ങനെയുള്ള കാഴ്ച, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത്, മുതിർന്നവരാണെങ്കിൽ പഴയ തലമുറയിലെ ഓരോരോ നല്ല അനുഭവങ്ങളൊക്കെ അവർക്ക് പങ്കുവെച്ച് അവരിലെ നന്മ നമുക്ക് വളർത്താം.